സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രതിപക്ഷത്തിനെക്കുറിച്ചും കേരളത്തിലെ UDF-നെക്കുറിച്ചും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചും ചുരുങ്ങിയതൊരു 1.5 വർഷക്കാലമായി നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാനത് ചെയ്യാനുള്ള ഏറ്റവും അങ്ങനെ ഒരു വീഡിയോ വിമർശനപരമായി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം 2001-2006 കാലഘട്ടത്തിൽ ഏതാണ്ടൊരു 80 വയസ്സ് പ്രായമുള്ള ഞാൻ ജോലിക്ക് ചേരുമ്പോൾ 79 വയസ്സ് കഴിഞ്ഞ ഒരു നേതാവിൻ്റെ കൂടെ 84 വയസ്സ് വരെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ തുടരുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പ്രതിപക്ഷ പ്രവർത്തനം എന്താണെന്ന് ആ പ്രതിപക്ഷ നേതാവിനോടൊപ്പം പ്രവർത്തിച്ച് മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള നിലയിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ UDF-ഉം കേരളത്തിലെ പ്രതിപക്ഷ നേതാവും എത്ര ഈ പറഞ്ഞതുപോലെ ഇന്നെഫിഷ്യൻ്റ് ആണെന്ന്, എത്ര കാര്യക്ഷമതയില്ലാത്ത സംവിധാനങ്ങളാണെന്ന് കഴിഞ്ഞ 1.5 വർഷത്തിന് മുകളിലായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനിത്തവണ ആലപ്പുഴയിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്തും പ്രതിപക്ഷത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മ നിരന്തരം എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഞാൻ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, ആ വിഷയത്തിൽ എനിക്ക് വീണ്ടും ഒന്നുകൂടി ഈ വിഷയം ജനങ്ങളുമായി ചർച്ച ചെയ്യാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, UDF-ഉം പ്രതിപക്ഷവും കേരളത്തിൽ ചത്തോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനുമായിട്ടുള്ള എൻ്റെ സഹവാസത്തിൻ്റെ വിശദാംശങ്ങൾ. എത്ര സജീവമായി, എത്ര സക്രിയമായി, ഇംഗ്ലീഷ് പറഞ്ഞാൽ എത്ര ഓർഗാനിക്കായി പ്രവർത്തിച്ചൊരു പ്രതിപക്ഷമായിരുന്നു അന്നത്തെ പ്രതിപക്ഷം, അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. എത്രയെത്ര സമരമുഖങ്ങൾ, എത്രയെത്ര പോർമുഖങ്ങൾ, പൂയംകുട്ടി മുതൽ ജീരകപ്പാറ മുതൽ എത്രയെത്ര മതികെട്ടാൻ മുതൽ ഓൺലൈൻ ലോട്ടറി മുതൽ എത്രയെത്ര സമരമുഖങ്ങൾ, എത്ര നൂറുകണക്കിന് പത്രസമ്മേളനങ്ങൾ, എത്ര ആയിരക്കണക്കിന് പത്രക്കുറിപ്പുകൾ, ഇതൊക്കെ നടന്നൊരു കാലഘട്ടമുണ്ട് 2001-2006 കാലം. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2.5 വർഷക്കാലം കേരളം ഒരു മരുഭൂമി പോലെ കിടക്കുകയില്ലായിരുന്നു സുഹൃത്തുക്കളെ. എന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നത്? എന്ത് പുതിയ സമരമുഖമാണ് കേരളത്തിൽ UDF-നും പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? ഏത് സമരമാർഗങ്ങളാണ് അവർ പുതിയതായി അവലംബിച്ചത്? ഏതെങ്കിലും ഒരു സമരത്തിന് 5000 പേരെയെങ്കിലും അവർക്ക് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞോ? അച്യുതാനന്ദൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമുഖം എന്ന് പറയുന്നത് കോടതികളായിരുന്നു. ആ കോടതികളിലേക്ക് എന്തെങ്കിലും വിഷയം കൊണ്ടുപോകാൻ കഴിഞ്ഞു? അവസാന കാലത്ത് ഏതോ 1-1.5 വിഷയം കോടതിയിൽ കൊണ്ടുപോയതല്ലാതെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു? സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ചീഞ്ഞ് പൂത്ത് നാറിയ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരെ എന്ത് ജനവികാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് UDF-നും പ്രതിപക്ഷത്തിനും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞത്? എനിക്കതൊന്നും ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. ആലപ്പുഴയിൽ അത് ഒട്ടുമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും. UDF വലിയ വിജയം നേടാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ. പക്ഷേ അതൊക്കെ ജനങ്ങൾക്കുണ്ടായിരുന്ന അവരുടെ സർക്കാരിനെതിരായിട്ടുള്ള വിരോധം അണപൊട്ടി ഒഴുകിയതിലൂടെ അവർക്കുണ്ടായിട്ടുള്ള നേട്ടമാണ്. അതവരുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പോലും അവർ പറഞ്ഞു, സംഘടനയുടെ ശക്തി കൊണ്ടൊന്നുമല്ല വലിയ വിജയമുണ്ടാകാൻ പോകുന്നത്. വലിയ വിജയമുണ്ടാകാൻ പോകുന്നത് സർക്കാർ വിരുദ്ധ വികാരത്തിൽ നിന്നാണ് എന്നവർ അംഗീകരിച്ചിരിക്കുന്നു. അത്രയ്ക്ക് ഗതികെട്ട ഒരു സംവിധാനത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്തുണ്ടായ 1-2 സംഭവം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. ഒന്ന്, മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും കാണിച്ച താൻ പ്രമാണിത്വം, അഹങ്കാരം, നിയമത്തെ നഗ്നമായി ലംഘിക്കുന്ന നടപടി. ആ നടപടിയിൽ എന്ത് ഇടപെടലാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു മേയറും അവരുടെ ഭർത്താവും കൂടി ഏറ്റവും വലിയ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയത്. അതിൽ അതിഭീകരമായിട്ടുള്ള ജനരോഷമല്ലേ ഉയർന്നു വന്നത്? അതിഭീകരമായിട്ടുള്ള ജനരോഷം. ആ ജനരോഷം ഒരു വലിയ സമരമുഖമായി മാറ്റാൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷത്തിന്? എന്ത് ചെയ്യാൻ കഴിഞ്ഞു UDF-ന്? എവിടെയോ 1-1.5 പ്രസ്താവന നടത്തിയതിന് ശേഷം UDF-ൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ എവിടെയോ പോയി മറഞ്ഞു. ഏതോ മാളത്തിൽ പോയി അയാൾ ഒളിച്ചു. അല്ലാതെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു അയാൾക്ക്? കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു രോഷം, പ്രതിഷേധം അതൊന്ന് സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അവസാനിപ്പിച്ചു പല കാര്യങ്ങളിലും. അതിനെക്കുറിച്ചൊന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം എവിടെ പോയി? അതിനെക്കുറിച്ച് അവരൊന്നും മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല അവർ. ഏറ്റവും അവസാനം എന്ത് സംഭവിച്ചു?
എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് എല്ലാവരുടെയും മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ 19 ദിവസത്തെ വിദേശയാത്രയ്ക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. 6 ദിവസം ഇന്തോനേഷ്യയിൽ സുഖവാസം, അർമാദം, ഉല്ലാസം. 6 ദിവസം സിംഗപ്പൂരിൽ ഉല്ലാസം, അതിനുശേഷം 2 ദിവസം UAE-യിൽ ഉല്ലാസം. 19 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചെത്തുകയുള്ളൂ. ആലോചിച്ച് നോക്ക്, എത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണെന്ന്. ഇത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. സ്വകാര്യ സന്ദർശനം എന്നാണ് പറയുന്നത്. കേരളത്തിൽ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊരു സ്വകാര്യ സന്ദർശനം? കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വകാര്യതയുണ്ടോ? അപ്പോൾ ആ നിലയിൽ എല്ലാ ജനങ്ങളുടെയും മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 19 ദിവസത്തേക്ക് സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു. ആരുമായി പോകുന്നു? തൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട് തൻ്റെ ഭാര്യ, തൻ്റെ കൊച്ചുമകൻ, തൻ്റെ മകൾ, തൻ്റെ മരുമകൻ, തൻ്റെ മരുമകൻ്റെ കുടുംബം, ഇവരെല്ലാം കൂടെ ചേർന്ന് ഇയാൾ പോവുകയാണ് 19 ദിവസത്തേക്ക്. ഇതിലൊക്കെ തന്നെ ജനങ്ങൾക്ക് അതിഭീകരമായിട്ടുള്ള രോഷമുണ്ട്, പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമൊക്കെ സ്വാംശീകരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇവിടുത്തെ കോൺഗ്രസിനും UDF-നും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനും? സത്യം പറഞ്ഞാൽ എന്താണിനി ഇയാളെയൊക്കെ നമുക്ക് പറയാൻ കഴിയുക? എന്താണ് ഈ VD സതീശനെ കുറിച്ച് നമ്മൾ പറയുക? VD സതീശൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ അയാളെ എവിടെയെങ്കിലും നമ്മൾ കേട്ടോ സുഹൃത്തുക്കളെ? ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ എന്ത് നേതൃത്വമാണ് ഇയാൾ കൊടുത്ത്? എവിടെയൊക്കെയോ കുറച്ച് പത്രസമ്മേളനങ്ങളൊക്കെ നടന്ന് ഈ നനഞ്ഞ കോഴി പോലെ എവിടെയും നടന്നു. ഇതല്ലേ നമ്മൾ കണ്ടത്? ഉമ്മൻചാണ്ടി നയിച്ച ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, അച്യുതാനന്ദൻ നയിച്ച ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ഈ നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ത് പങ്കാണ് VD സതീശന് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അവസാനം എന്താ നമ്മൾ കണ്ടത്? ഒരു അധികാര ആരോഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമ്മിലടി, തർക്കം. ആലോചിച്ച് നോക്ക്, എത്ര നാണം കെട്ട, ഒരു ജീർണിച്ച, പുഴുത്തു നാറിയ അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിലുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പുഴുത്തു നാറി ചീഞ്ഞളിഞ്ഞ് പൂത്ത ഒരു ഭരണപക്ഷം, ആ ഭരണപക്ഷത്തോട് മത്സരിക്കുന്ന പുഴുത്തു നാറി ചീഞ്ഞളിഞ്ഞ ഒരു പ്രതിപക്ഷം, അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, UDF-ഉം പ്രതിപക്ഷവും ചത്തോ? അവരുടെ ശവദാഹം കഴിഞ്ഞോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, എന്താണ് അയാൾക്ക് പ്രസക്തി കേരളത്തിൽ? എന്ത് കാര്യക്ഷമതയാണ് അയാളുടെ പ്രവർത്തനത്തിനുള്ളത്? ജനങ്ങളെ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആവേശത്തിൻ്റെ തിരതള്ളലുണ്ടാക്കാനോ 1% പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവായി VD സതീശൻ അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമല്ല, ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആര്യ രാജേന്ദ്രൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയ വിഷയത്തിലും ഇടപെടാൻ അയാൾക്ക് കഴിയുകയേ ചെയ്യാത്തത് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ഏറ്റവും കൂടുതൽ മനോവ്യഥയോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.